കെമിസ്ട്രിയിൽ 3 ഡിഫറൻറ്റ് ഏരിയകളുണ്ട്. അതിലൊന്ന് ഫിസിക്കൽ കെമിസ്ട്രി, മറ്റൊന്ന് ഇനോർഗാനിക് കെമിസ്ട്രി, അതിൻ്റെ അടുത്തത് ഓർഗാനിക് കെമിസ്ട്രി. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് പിള്ളേർ സംസാരിക്കാറുള്ളത് ഓർഗാനിക് കെമിസ്ട്രിയാണ്. പക്ഷേ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏരിയയാണ്. നമ്മൾ തുടങ്ങുന്നത് ഓർഗാനിക് കെമിസ്ട്രി വെച്ചിട്ടാണ്. ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ കുറേ ഡിഫറെൻ്റ് ടൈപ്പ് കോമ്പൗണ്ടുകളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഹൈഡ്രോ കാർബൺ, ഹാലോ ആൽക്കെയിൻ, ഹാലോ അരീൻ, ആൽക്കഹോൾ ഫീനോൾ ഈതർ, ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ്, അമൈൻസ്, ഇങ്ങനെ പറഞ്ഞ ഡിഫറെൻ്റ് ടൈപ്പ് കോമ്പൗണ്ടുകളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. നമ്മൾ പുതിയൊരാളെ എങ്ങനെയാണോ പരിചയപ്പെടുന്നത് അതേപോലെ ഈ കോമ്പൗണ്ടുകളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. 6 കാര്യങ്ങളാണ് ഓരോ കോമ്പൗണ്ടിനെ പറ്റിയിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലൊന്ന് ഐഡൻറ്റിഫിക്കേഷനാണ്, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ്, മൂന്നാമത്തത് നോമൻക്ലേച്ചറാണ്, നാലാമത്തത് പ്രിപ്പറേഷനാണ്, അഞ്ചാമത്തത് അതിൻ്റെ പ്രോപ്പർട്ടീസാണ്. ആ പ്രോപ്പർട്ടീസിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ആറാമത്തത് അതിൻ്റെ യൂസാണ്. ഇങ്ങനെ ഒരു കൂട്ടം കോമ്പൗണ്ടുകളിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ ആൽക്കഹോൾ അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡ്, ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. ഇനിയിപ്പോൾ ആൽക്കഹോളിനാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ആൽക്കഹോളുകളുണ്ട്. ഇനി അതിനെ നെയിം ചെയ്യാൻ പറ്റണം, അതേപോലെ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റണം, അതിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റണം. ഡിഫറെൻറ്റ് കോമ്പൗണ്ടുകളിൽ നിന്ന് അതിനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ എന്തൊക്കെയാണ്, ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, അവസാനം അതിൻ്റെ യൂസസ്. നോർമലി നമ്മൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ എന്തൊക്കെയാണോ സ്വാഭാവികമായിട്ട് നോക്കുന്നത് അതൊക്കെ തന്നെയാണ് ഈ ഓർഗാനിക് കെമിസ്ട്രിയിലെ കോമ്പൗണ്ട്സിൽ നോക്കാനുള്ളത്. അല്ലാതെ വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും അതിനെപ്പറ്റി പഠിക്കാനില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓരോന്നും എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി നോക്കാം.